ഹായ് ഫ്രണ്ട്സ്, ഇത് നല്ല സൂപ്പർ ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. നമുക്ക് ലഞ്ചിനൊക്കെ കഴിക്കാൻ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി മെഴുക്കുവരട്ടിയാണ്. നമ്മുടെ വള്ളിപ്പയർ, നീളമുള്ള പയറില്ലേ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഭയങ്കര ടേസ്റ്റാണ്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ നേരത്തെ കഴിച്ചായിരുന്നു, പക്ഷെ എനിക്കിങ്ങനെ മെഴുക്കുവരട്ടി വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചൂടൻ ചോറും ഈ മെഴുക്കുവരട്ടി മാത്രം മതി, സുഖമായിട്ട് ഉണ്ടാൻ പറ്റും. ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ നമുക്ക് ഉണ്ടാക്കാം. അപ്പം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് പോയാലോ, കണ്ടാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് നമ്മൾ എടുത്തിരിക്കുന്ന വള്ളിപ്പയർ, നീളമുള്ള പയർ 1/2 കിലോ ആട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ 1/2 കിലോ ഉണ്ടെങ്കിൽ നമുക്കൊരു 4-5 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ പയർ നല്ലപോലെ ആദ്യം കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഇതുപോലെ 2 തലയും വാലും അതിൻ്റെ ജസ്റ്റായിട്ട് ഒന്ന് ഒടിച്ചിട്ട് ഞാൻ അതിനെ 2ആയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക, ബോർഡിൽ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറേ എണ്ണം അങ്ങനെ ആയി കഴിയുമ്പോൾ അത് ചെറുതായിട്ട് മുറിച്ച്, വലിയ നീളം വയ്ക്കത്തില്ല, ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ഇടുന്നത്. അപ്പം ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളാരെങ്കിലും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലവരിങ്ങനെ ഒടിച്ച് കൈ കൊണ്ട് തന്നെ ഒടിച്ചിടാറുണ്ട്, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത് എളുപ്പം ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഇങ്ങനെ മുറിച്ചിട്ട് ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്തെടുക്കുമ്പോൾ എനിക്കത് എളുപ്പമായിട്ട് തോന്നാറുണ്ട്. പിന്നെ അതെല്ലാം ആയി. പിന്നെ ഞാനൊരു സവോള എടുത്തിട്ടുണ്ട്. ഒരു സവോള എടുത്ത് അതിൻ്റെ ആ നോട്ട് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് രണ്ടും കളയണം. കഴിക്കും, അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് നീളത്തിലരിഞ്ഞ് ഒരു സവോള ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇനി 1.5 സവോള 2 സവോള ആയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. സവോളയും ഈ പയറും കൂടി ഇങ്ങനെ കിടന്ന് മുരിഞ്ഞ് എണ്ണയിൽ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സവോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിടുക. നമ്മൾ ബിരിയാണിക്കൊക്കെ അരിയത്തില്ല, അത്ര തിന്നാവേണ്ട എണ്ണയിൽ മുരിക്കുന്ന പോലെ, പക്ഷേ ഒരുവിധം അധികം കട്ടിയില്ലാണ്ട് നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് അടുത്ത പ്രോസസ്സ്. ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. തലേദിവസം ഇതൊക്കെ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ലഞ്ചിന് നമുക്ക് വെറുതെ അടുപ്പത്തോട്ടങ്ങ് ഇട്ടാൽ മതി. ഇത് ഞാൻ പെരട്ടി അയക്കുന്നത് കാണിച്ചു തരാം. അങ്ങനെ പെരട്ടി നമ്മൾ ഫ്രിഡ്ജിന് അങ്ങ് സ്റ്റോർ ചെയ്യുക. പിറ്റേ ദിവസം രാവിലെ അങ്ങിടുക അടുപ്പത്ത്. അപ്പം നല്ല ഫ്രഷ് നല്ല മെഴുക്കുവരട്ടി കിട്ടും. ബിസി ആയിട്ടുള്ള അമ്മമാർക്കും വീട്ടുകാർക്കും സമയമില്ലാത്തവർക്കാട്ടോ ഞാൻ ടിപ്പ് പറഞ്ഞു കൊടുത്തത്. ഞാൻ ചില സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ നല്ല കരിവേപ്പില ഇടും. കരിവേപ്പില ഇട്ട് അത് കരിവേപ്പിലയും കൂടി കിടന്ന് മുരിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് കാരണം ഞാനൊരു 2 തണ്ട് കരിവേപ്പില അതിൻ്റെ അകത്തോട്ട് അങ്ങ് ഊരിയിടുക ചെയ്യുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കേട്ടോ. ചിലർക്ക് കരിവേപ്പില കണ്ണെടുത്താൽ കണ്ടുകൂടാ, പക്ഷെ എനിക്ക് കരിവേപ്പില ഇഷ്ടമാണ് കിടക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ, 1/4 to 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്ന മീറ്റ് മസാലയാണ് കേട്ടോ. മീറ്റ് മസാല ഒരു 1.5 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കൊടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് ഞാനൊരു 3/4 ടീസ്പൂൺ അത്രയൊക്കെ മതി, അതിൽ കൂടുതൽ വേണ്ട. ഇതിൻ്റെ ടേസ്റ്റ് ആ മീറ്റ് മസാലയിൽ ഓൾറെഡി മുളകുണ്ട്, അതിൻ്റെ ഫ്ലേവറാണ് മുമ്പോട്ട് വരേണ്ടത്. അങ്ങനെ ഒരുപാട് മുളകിടേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ തേങ്ങ ഉണങ്ങി പോകുമ്പോൾ നമ്മൾ ചുരണ്ടാൻ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇളകി വരും ചിരട്ടേന്ന്. അത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഇതുപോലെ കടലക്കറിക്കോ മെഴുക്കുവരട്ടിക്കോ ഒക്കെ, ഇങ്ങനെ പയർ മെഴുക്കുവരട്ടിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ അത് തിന്നായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് അത് എണ്ണയിലിട്ട് ഇങ്ങനെ വഴണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ,
എന്നാ രുചിയാണ്, എന്നാ പറയാനാ, അത്ര ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവരിങ്ങനെ തേങ്ങാക്കൊത്ത് ഇടാത്തവരുണ്ടെങ്കിൽ ഒന്ന് തേങ്ങാക്കൊത്ത് ഇട്ട് നോക്കുക. നിങ്ങൾ പിന്നെ ഏത് സമയവും അങ്ങനെ ചെയ്യുള്ളൂ, അത്ര ടേസ്റ്റാണ്. കണ്ടോ, കുറേ തേങ്ങാക്കൊത്തുണ്ട് കേട്ടോ. അത് ഈ ഇളകിപ്പോകുന്നത് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതാണ്. നിങ്ങളങ്ങനെ അങ്ങനെ ഇളകിപ്പോയിട്ട് അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇളക്കിയെടുക്കാം. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ എന്ന് പറയാം, അധികമൊന്നും വേണ്ട. പിന്നെ വേണ്ടത് നമുക്ക് ഡെഫിനറ്റ്ലി ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ചിലർക്ക് ഉപ്പ് കൂടുതലോ കുറവോ അങ്ങനെയൊക്കെ വേണ്ടവർ അത് നോക്കിയിട്ട് ചെയ്യാം. എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇവനെ നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളും എണ്ണയും ഉപ്പും എല്ലാം കൂടി പിടിച്ച് നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് കയറ്റുക. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് ചാറിറങ്ങും. ഈ ഉപ്പും കൂടി ഇട്ട കാരണം ഇതിൽ നിന്ന് ഇത്തിരി സത്തിറങ്ങും. എന്നിട്ട് ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുന്നത്. അല്ലാതെ വേറെ വെള്ളം തളിച്ചു കൊടുക്കുക ഒന്നുമില്ല. അപ്പോൾ ഒരു പാൻ വെക്കുക, ഇതുപോലെ ഇത് മസാജ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ മിനിമം വെക്കുക. തലേ ദിവസം ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പം ഞാൻ തലേ ദിവസം ഒന്നും ചെയ്തില്ല, ഒരു 1/2 മണിക്കൂർ ഞാനത് തിരുമ്മി വെച്ചു. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. പാനിൽ ഒരു 2 ടീസ്പൂൺ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാട്ടോ. കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ല മൊരിഞ്ഞ് കിട്ടും. ഇനി എണ്ണ കുറവായി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇത് കടുക് പൊട്ടിക്കുക. നമ്മൾ കടുക് വറുക്കാനായിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഈ സാധനം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ സാധനം പുരട്ടി വെച്ചിരിക്കുന്നത് നമ്മൾ അങ്ങിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുക. അടച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ തീയിൽ വെക്കരുത്, ഒരു മീഡിയം തീയിൽ അടച്ചു വെക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒന്ന് അടച്ചു വെക്കുക. അത് വെന്തു എന്നറിയുമ്പോൾ പിന്നെ അത് അടച്ചു വെക്കരുത്, തുറന്ന് വെച്ചിട്ട് അത് മുരിച്ചെടുക്കണം കേട്ടോ. ആ മുരിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഞാൻ കഴിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ, അതേ ഉള്ളൂ. അപ്പം ഭയങ്കര ടേസ്റ്റാണ്. ചെയ്തു നോക്കാത്തവർ ഇങ്ങനെ ചെയ്തു നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി മൊമെന്റ്സ്. ബൈ.